അർജുന് അന്ന് പ്രായം 19. ലോകം മുഴുവൻ ശ്രേയ എന്ന 23-കാരിയിലാണെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ പ്രായത്തിൻ്റെ ആ 4 വർഷത്തെ അകലം ഒരു വലിയ മതിലായി അവർക്കിടയിൽ നിന്നു. നമ്മൾ തമ്മിൽ ചേരില്ല അർജുൻ, നീ എനിക്ക് വെറുമൊരു അനിയനാണ് എന്ന വാക്കിനാൽ അവൾ അവൻ്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞു. താമസിയാതെ അവൾ മറ്റൊരു വിവാഹം കഴിച്ച് പോയി. ആ വിയോഗം അർജുനെ ഒരു കടുത്ത വിഷാദത്തിൻ്റെ ലോകത്തിലേക്ക് തള്ളിവിട്ടു. 1 വർഷത്തോളം അവൻ ആ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടി. 1 വർഷത്തിനു ശേഷം കാലം അവരെ വീണ്ടും ഒരേ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെ എത്തിച്ചു. അർജുൻ താമസിക്കുന്ന അതേ വാടക വീട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞുമായി ശ്രേയ താമസിക്കാനെത്തി. അവളെ കണ്ട മാത്രയിൽ അവൻ്റെ ഉള്ളിലെ കെട്ടുപോയ വിളക്കുകൾ വീണ്ടും തെളിഞ്ഞു. പക്ഷേ ആ കണ്ണുകളിലെ സങ്കടം അവനെ വേദനിപ്പിച്ചു. തൻ്റെ ഭർത്താവിനെ കാണാതായെന്നും അയാളെ തേടിയുള്ള അലച്ചിലിലാണ് താനെന്നും അവൾ പറഞ്ഞപ്പോൾ സ്വന്തം പ്രണയം ഉള്ളിലൊതുക്കി അവൾക്ക് തുണയാകാൻ അർജുൻ തീരുമാനിച്ചു. ഞാനുണ്ട് കൂടെ എന്ന് അവൻ അവൾക്ക് വാക്ക് നൽകി. വിധിയുണ്ടായ പരീക്ഷണം അവിടെയും തീർന്നില്ല. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നതോടെ വാടക കൊടുക്കാൻ കഴിയാതെ ശ്രേയയെ വീട്ടുടമ പുറത്താക്കി. പാതിരാത്രിയിൽ കൈക്കുഞ്ഞുമായി തെരുവിൽ നിൽക്കേണ്ടി വന്ന അവളെ അവൻ തനിച്ചാക്കി. ഒരു വീട് പോലും നൽകാൻ ആ നിമിഷം അവന് കഴിഞ്ഞില്ലെങ്കിലും ആ രാത്രി മുഴുവൻ തണുപ്പിനെ അവഗണിച്ച് ഒരു കാവൽക്കാരനായി അവൻ അവൾക്ക് അരികിലിരുന്നു. തൻ്റെ പ്രണയിനിയെ ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവൻ ആ രാത്രി കാത്തുരക്ഷിച്ചു. അടുത്ത പ്രഭാതത്തിൽ അവളുടെ ഭർത്താവ് അവളെ തേടിയെത്തി. നഷ്ടപ്പെട്ട സന്തോഷം തിരികെ കിട്ടിയ ആശ്വാസത്തിൽ അവൾ അയാളോടൊപ്പം യാത്രയാകാൻ ഒരുങ്ങി. കാറിൽ കയറുന്നതിന് മുൻപ് അവസാനമായി അവൾ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ വാക്കുകളേക്കാൾ വലിയൊരു നന്ദി ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അർജുൻ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, നമ്മൾ ദൂരെയാണെങ്കിലും എൻ്റെ മരണം വരെ ഈ പ്രണയം മായാതെ നിൽക്കും. നീ മറ്റൊരുവിൻ്റെ ആണെങ്കിലും എൻ്റെ ഉള്ളിൽ നീ എന്നും എൻ്റേത് മാത്രമായിരിക്കും. ഒന്നും മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് ആ സത്യം